discuss the relation between flexibility matrix and stiffness matrix. So deflection flexibility matrix use the equation delta matrix delta equal to flexibility matrix into load matrix. So this equation this start this equation F inverse throughout multiply left hand side right hand side. So inverse multiply left hand side F inverse into delta right hand side F inverse into F into P. So matrix in the inverse the matrix multiply I matrix. So F inverse into delta equal to I matrix into P matrix. So this is so I into P P matrix. So F inverse of delta equal to P. So we start with delta equation. That is flexibility matrix use stiffness matrix use load equation P equal to K into delta. So this equation compare that P equation P equal to K into delta P equal to F inverse into delta one equation. So this we compare ഇവിടെ common ആയിട്ട് ഇത് p യും ഡെൽറ്റയും ഇവിടെ p യും ഡെൽറ്റയും സെയിം ആണ്. സോ ഇവിടെ എന്താ k യുടെ മെട്രിക്സ് ഉണ്ട് ഇവിടെ f ഇൻവേഴ്സിന്റെ മെട്രിക്സ് ഉണ്ട്. നമുക്ക് എഴുതാം k ഈക്വൽ ടു സ്റ്റിഫ്നെസ് മെട്രിക്സ് ഈക്വൽ ടു f ഇൻവേഴ്സ് അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഇൻവേഴ്സ് മെട്രിക്സ് ആണ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. സോ അതിന് ഒന്നും കൂടെ സോൾവ് ചെയ്ത് വെക്കണം. അതായത് f ഇൻവേഴ്സ് ഈക്വൽ ടു k എന്ന് കിട്ടി. ഇനി ഇതിനെ ഞാൻ throughout f വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലൈങ് സോ കെയുടെ ഇൻവേഴ്സ് ആണ് എഫ്. അതായത് എഫിന്റെ ഇൻവേഴ്സ് ആണ് കെ എന്ന് പറയണമെങ്കിൽ എനിക്ക് എഴുതേണ്ട ഫോം കിട്ടേണ്ട ഫോം ഇതാണ് കെ ഇൻറ്റു എഫ് ഈക്വൽ ടു ഐ. അതായത് രണ്ട് മെട്രിക്സ് ഇൻവേഴ്സ് ആണെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐ മെട്രിക്സ് ആയിരിക്കും. സോ ഇതാണ് എനിക്ക് കിട്ടേണ്ട റിസൾട്ട്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ത്രൂ ഔട്ട് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ്. സോ എഫ് ഇൻറ്റു കെ ഈക്വൽ ടു എഫ് മെട്രിക്സ് ഇൻറ്റു എഫ് ഇൻവേഴ്സ്. വീണ്ടും എഫ് ഇൻറ്റു എഫ് ഇൻവേഴ്സ് എന്തായി ഐ മെട്രിക്സ് ആയി. സോ എനിക്ക് കിട്ടി എഫ് ഇൻറ്റു കെ ഈക്വൽ ടു ഐ. അതായത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഐ മെട്രിക്സ് ആയിരിക്കും, യൂണിറ്റി മെട്രിക്സ് ആയിരിക്കും. അതല്ലെങ്കിൽ എഫ് മെട്രിക്സ് ഈസ് ഇൻവേഴ്സ് ഓഫ് കെ മെട്രിക്സ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ്. ഈ ഒരു പ്രൂഫ് അതായത് ഈ ഒരു കണ്ടീഷന്റെ പ്രൂഫാണ് നമ്മളിപ്പോ ഡിറൈവ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സോ പഠിക്കാം. എഴുതിയെടുത്തോ? ഈ ഒരു ഡെറിവേഷൻ എഴുതിയെടുത്തോ? എഴുതിയെടുത്ത് കഴിയുമ്പോൾ പറയാം. ഓക്കെ. അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായില്ലേ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്? ഓക്കെ ആണോ? മിസ്. ഓക്കെ. സോ ഇതാണ് മൊഡ്യൂൾ 2. നമ്മൾ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ മൊഡ്യൂൾ 2 കംപ്ലീറ്റ് ആയി. ഇതുവരെ അതായത് മൊഡ്യൂൾ 2 നമ്മൾ എന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി, ഓരോ സ്ട്രക്ചറിലെയും അതായത് ട്രസ്സിലെ ഫ്രെയിമിന്റെ ഒക്കെ കേസിൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിച്ചു. ദെൻ ഇൻട്രൊഡക്ഷൻ ടു മെട്രിക്സ് മെത്തേഡ് ഓഫ് അനാലിസിസ്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഉണ്ട്, സ്റ്റിഫ്നെസ് മെട്രിക്സ് ഉണ്ട്. രണ്ടിന്റെയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കിടക്കാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. സോ മൊഡ്യൂൾ 3 ഫസ്റ്റ് പഠിക്കാനുള്ളത് ഫ്ലെക്സിബിലിറ്റി
മെട്രിക്സ് മെത്തേഡ്. നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞോളൂ. ഇനി നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് സ്റ്റെപ്പുകൾ. ഇത് ഇച്ചിരി വലിയൊരു മൊഡ്യൂളാണ്, ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് ശ്രദ്ധിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇതില് അൺനോൺസ് എന്ന് പറയുന്നത് എന്താണ്? റിഡൻഡന്റ് ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സസ് ആണ്. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഇക്വേഷൻ ആണ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ. സോ കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഡിഫ്ലക്ഷൻ കണ്ടീഷൻസ് വെച്ചിട്ട്. സോ ഡിഫ്ലക്ഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിന്റെ ഡിഫ്ലക്ഷന്റെ മെഷറിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുക. അതായത് ഒരു ജോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജോയിന്റില് എങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു, ഒരു സ്ട്രക്ചറിന്റെ ഡിഫ്ലക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലെക്സിബിലിറ്റി. സോ നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു തന്നിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ നമുക്ക് വേണ്ട കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ലോഡിങ്ങിനെയാണ് നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുക. അപ്പൊ ആ ഒരു കോർഡിനേറ്റ് കണ്ടീഷന് നമുക്ക് ഏതാണോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാം, അതാണ് ഇതിനകത്ത് മെയിൻ മെത്തേഡ്. സോ ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് 1 ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. സോ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ beam with coordinates as moment at both ends. അതായത് ഒരു ബീമിന്റെ രണ്ട് എൻഡിലും നമ്മൾ കൊടുക്കുന്നത് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തിന്റെ അല്ലെങ്കിൽ ഇപ്പൊ അത് ഏത് ലോഡിങ് കോർഡിനേറ്റ് ഉദ്ദേശിക്കുന്നത് ലോഡിംഗ് ആണ്. അതായത് നമുക്ക് മൊമെന്റ് ഒരു ലോഡിംഗ് ആണ്, അല്ല ഇപ്പൊ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് കൊടുത്താൽ അത് ഒരു ലോഡിംഗ് ആണ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുത്താൽ ഒരു ലോഡിംഗ് ആണ്. സോ കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ലോഡിംഗ് കണ്ടീഷൻ ആണ് കൊടുക്കുന്നത്. സോ അപ്പൊ ഇവിടെ ഒരു ബീമാണ്, ബീമിന്റെ രണ്ട് എൻഡിലും ഞാൻ കോർഡിനേറ്റ് ആയിട്ട് കൊടുക്കുന്നത് മൊമെന്റ്സിനെയാണ്. ഇനി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യൻസ് ഞാൻ പറഞ്ഞു FIJ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ്. അപ്പൊ എന്താണ് ഈ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ്? FIJ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ ഇതിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതായത് FIJ എന്ന് പറയുന്നത് ഇപ്പം ഐയും ജെയും ഓരോ പോയിന്റ് ആണ്. അതായത് ഐ എന്ന് പറയുന്നത് ഒരു പോയിന്റ്, ജെ എന്ന് പറയുന്നത് ഒരു പോയിന്റ്. സോ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് ഓർ ഫ്ലെക്സിബിലിറ്റി എലമെന്റ് FIJ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് joint I due to load applied at joint J. J എന്ന് പറയുന്ന ജോയിന്റിൽ ഞാൻ ലോഡ് കൊടുക്കുമ്പോൾ ഐയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെയാണ് ഞാൻ FIJ എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എലമെന്റ്സ് ആണ്. സോ ഓരോ എലമെന്റും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഞാനിപ്പോ ജെയിൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഐയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, അതുപോലെ ഓരോ കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓരോ ജോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടെ ലോഡിംഗ് കൊടുക്കും. ആ ലോഡിംഗ് കാരണം നമുക്ക് വേണ്ട ജോയിന്റ് ഏതാണോ അതിൽ എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നു, അങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് കേസിൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുക ഫോർ ബീം വിത്ത് കോർഡിനേറ്റ് ആസ് മൊമെന്റ് അറ്റ് ബോത്ത് എൻഡ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം ബീം വരയ്ക്കാണ്. ഇതാണ് എന്റെ ബീം. അതിന്റെ രണ്ട് എൻഡില് A B. ഇനി ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്. സോ ഇവിടെ റിയാക്ഷൻ ഉണ്ടാവും RA, ഇവിടെ റിയാക്ഷൻ ഉണ്ടാവും RB. ഇനി രണ്ട് എൻഡിലും ബോത്ത് എൻഡില് ഞാൻ മൊമെന്റ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് കേസിൽ ഞാൻ കൺസിഡർ ചെയ്യാണ് ജോയിന്റ് A. ഇതാണ് എന്റെ ജോയിന്റ് A. അതിനെ ഞാൻ ഫസ്റ്റ് ജോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഇത് ജോയിന്റ് ബിയില് ഞാൻ രണ്ടാമത്തെ ജോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ ജോയിന്റ് 1ല് ഞാൻ മൊമെന്റ് അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ടുള്ള മൊമെന്റ് അപ്ലൈ ചെയ്യണം. അതെന്താ? പോസിറ്റീവ് മൊമെന്റ്, അതായത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. ഇതാണ് എന്റെ X1 കോർഡിനേറ്റ്.
ഓക്കെ, ആ മൊമെന്റ് എന്ന് പറയുന്നത് 1 kN/m, അതായത് യൂണിറ്റ് ലോഡിംഗ് കൊടുക്കുകയാണ്. ഇത് ഡിഫ്ലക്ഷൻ അറ്റ് ജോയിന്റ് ആയി ഡ്യൂ ടു യൂണിറ്റ് ലോഡാണ് അപ്ലൈഡ് അറ്റ് ജോയിന്റ് ജെ. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്, ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് ജോയിന്റ് ഐ. ഐന്റെയും ജെന്റെയും വാല്യൂ മാറും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ 1 എന്ന് പറയുന്നത് ഐ ആണെന്ന് വെക്കാം, ജെ എന്ന് പറയുന്നത് 2 ആണ്. സോ ഇപ്പൊ F12 എന്ന് പറയുന്നത് ഇത് 1 ജോയിന്റ്, ഇത് 2 ജോയിന്റ്. സോ F12 എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് ജോയിന്റ് 1 ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് അറ്റ് ജോയിന്റ് 2. ഓക്കെ അല്ലേ? അതായത് നമുക്ക് കിട്ടേണ്ട ഡിഫ്ലക്ഷൻ എവിടത്തെയാണോ അതാണ് ആദ്യം എഴുതേണ്ടത്. എവിടെയാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത് അതാണ് രണ്ടാമത്തെ ജോയിന്റ്. സോ ഇവിടെ ജോയിന്റ് 1, ഇവിടെ ജോയിന്റ് 2. ഞാൻ ആദ്യം ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യണം. ഓർ കോർഡിനേറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു മൊമെന്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. സോ യൂണിറ്റ് ലോഡ് ലോഡ് എന്ന് പറയുന്നത് മൊമെന്റും ആകാം. സോ 1 kN/m ലോഡ് അപ്ലൈ ചെയ്യണം. ഇനി ഈ ലോഡ് കാരണം എനിക്ക് എയില് ഉണ്ടാവുന്നത്, അതായത് ഇവിടെ ഒരു മൊമെന്റ് അല്ലേ ഉണ്ടാവുന്നത്, മൊമെന്റ് അല്ല അപ്ലൈ ചെയ്യുന്നത്. സോ മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഡിഫ്ലക്ഷൻ പ്രൊഫൈല്, ഡിഫ്ലക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലേ, ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇതുപോലെ ആയിരിക്കും. ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ടാവും തീറ്റ എ, ഇവിടെയും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും തീറ്റ ബി. താഴോട്ടല്ലേ ബെൻഡ് ചെയ്യുന്നത്. സോ ഡിഫ്ലക്ഷന്റെ റൊട്ടേഷന്റെ ഡയറക്ഷനും രണ്ടിടത്തും താഴോട്ടായിരിക്കും. ഇത് തീറ്റ എ, തീറ്റ ബി. സോ 1 kN/m മൊമെന്റ്, അതായത് 1 യൂണിറ്റ് മൊമെന്റ് കോർഡിനേറ്റ് 1-ല് ഓർ ജോയിന്റ് 1-ല്, സോറി കോർഡിനേറ്റ് എന്ന് പറയുന്ന ലോഡിനെയാണ് ജോയിന്റ് 1-ൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, ജോയിന്റ് 1-ൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് തീറ്റ എ. ജോയിന്റ് 2-ൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ റൊട്ടേഷൻ ആണ്. സോ ജോയിന്റ് 2-ൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ്, ഡിഫ്ലക്ഷൻ ആണ് തീറ്റ ബി എന്ന് പറയുന്ന റൊട്ടേഷൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? നമുക്കിനി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോം ചെയ്യാനായിട്ട് തീറ്റ എയുടെ വാല്യൂയും തീറ്റ ബിയുടെ വാല്യൂയും കാണണം. എവിടെ? 1-ല് ജോയിന്റ് 1 എന്ന് പറയുന്ന ജോയിന്റിൽ മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് തീറ്റ എയും തീറ്റ ബിയും കണ്ടുപിടിക്കുന്നത് കോൺജുഗേറ്റ് ബീം മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. സോ കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറയുന്നത്, അതില് കോൺജുഗേറ്റ് ബീം മെത്തേഡില് ലോഡിംഗ് എന്ന് പറയുന്നത്, ഒരു കോൺജുഗേറ്റ് ബീമിന്റെ ലോഡിംഗ് എന്ന് പറയുന്നത് M/EI ആയിരിക്കും. അതായത് നമ്മൾ നോർമൽ ബീമിൽ കൊടുത്തിട്ടുള്ള മൊമെന്റ് ഡിവൈഡഡ് ബൈ EI. അതായത് ഈ നോർമൽ ബീമില് മൊമെന്റ് ഡിവൈഡഡ് ബൈ EI ആയിരിക്കും കോൺജുഗേറ്റ് ബീമില് ലോഡിംഗ് വരിക. സോ ഞാൻ കോൺജുഗേറ്റ് ബീം വരയ്ക്കാൻ പോവാണ്. ഫിക്സഡ് എൻഡ് ബീം ആണെങ്കിൽ, സപ്പോസ് ഇതാണ് എന്റെ നോർമൽ ബീം എങ്കിൽ, കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ ഫിക്സഡ് എൻഡ് ബീം, കോൺജുഗേറ്റ് ബീം ഇതുപോലെ വരും. ബട്ട് ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് വ്യത്യാസമൊന്നും വരുന്നില്ല. കോൺജുഗേറ്റ് ബീം മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആവുമ്പോൾ സപ്പോർട്ട് കണ്ടീഷനിൽ വ്യത്യാസം വരുന്നില്ല. സോ രണ്ടിലും ഇത് ഞാനിങ്ങനെ RA', ഇത് കോൺജുഗേറ്റ് ബീം അല്ലേ, RB' പ്രസിന്റെ. ഇവിടുത്തെ ലോഡിംഗ് എന്ത് വരും? ഇത് കോൺജുഗേറ്റ് ബീമാണ്. ഈ കോൺജുഗേറ്റ് ബീമില് ലോഡിംഗ് എന്ത് വന്നു? M/EI. ഇവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം മൊമെന്റ് എന്താ? 1 kN/m. സോ M/EI എന്ന് പറയുമ്പോൾ 1/EI ആണ് ഇവിടുത്തെ ലോഡിംഗ് മാക്സിമം വരെ. സോ എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ ആക്ട് ചെയ്യുന്ന ലോഡിംഗ് M/EI, അതായത് 1/EI വരും. എമ്മിന്റെ വാല്യൂ 1 ആണ്. ബട്ട് മൊമെന്റ് ജോയിന്റ് 2, അതായത് ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ മൊമെന്റ് ഇല്ല. സോ ഇതുപോലെയാണ് എന്റെ ലോഡിംഗ് വരിക, അതായത് കോൺജുഗേറ്റ് ബീമിന്റെ ലോഡിംഗ് വരിക ഇതുപോലെ വരും. നോർമൽ, അതായത് നമ്മുടെ ഒറിജിനൽ ബീമില് ലോഡിംഗ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ്, ആ മൊമെന്റ് M/EI ആണ് കോൺജുഗേറ്റ് ബീമില് ലോഡിംഗ് കണ്ടീഷൻ വരിക. ഇവിടെ ആക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി മൊമെന്റ് ആണ്. സോ മൊമെന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് മൊമെന്റ്. സോ M/EI എന്ന് പറയുമ്പോൾ 1/EI. അത് സപ്പോർട്ട് എയിൽ മാത്രമേ മൊമെന്റ് ആക്ട് ചെയ്യുന്നുള്ളൂ. സോ മാക്സിമം മൊമെന്റ് എന്ന് പറയുന്നത് ജോയിന്റ് 1-ൽ വരും, അത് 1/EI ആണ്. ബിയിലാണെങ്കിൽ മൊമെന്റ് 0 ആണ്. സോ അതൊരു ലീനിയർ വേരിയേഷൻ ആയിരിക്കും. സോ ഇതുപോലെയാണ് ഇതില് ലോഡിംഗ് കണ്ടീഷൻ വരിക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റ എയും തീറ്റ ബിയുടെയും വാല്യൂ ആണ്. തീറ്റ എ എന്ന് ഞാൻ പറയാം, കോൺജുഗേറ്റ് ബീമില് നമുക്ക് കോൺജുഗേറ്റ് ബീം യൂസ് ചെയ്ത് നമുക്ക് ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാം, റൊട്ടേഷനും കണ്ടുപിടിക്കാം. സോ ഒരു കോൺജുഗേറ്റ് ബീമിന്റെ ഏത് സെക്ഷനിലും
തീറ്റ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റൊട്ടേഷൻ കിട്ടണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിൽ നിന്ന് നമുക്ക് റൊട്ടേഷന്റെ വാല്യൂ കിട്ടണമെങ്കിൽ അതായത് ഒറിജിനൽ ബീമിൽ റൊട്ടേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബീമിൽ ഏത് സെക്ഷനിലാണോ നമുക്ക് റൊട്ടേഷൻ കിട്ടേണ്ടത് അവിടുത്തെ ഷിയർ ഫോഴ്സ് ആണ്. റൊട്ടേഷൻ അറ്റ് ഒറിജിനൽ ബീം ഈസ് ഗിവൺ ബൈ അറ്റ് സെക്ഷൻ. ഒറിജിനൽ ബീമില് ഏത് സെക്ഷനിൽ റൊട്ടേഷൻ കിട്ടണോ ആ റൊട്ടേഷൻ കിട്ടണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമില് അതേ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി ഓർ റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് സെക്ഷൻ ഇൻ കോഞ്ചുഗേറ്റ് ബീം. ഇവിടെ നമുക്ക് റൊട്ടേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ ഈ കോഞ്ചുഗേറ്റ് ബീമില് ഏത് നമുക്കിപ്പം എയിലെയും ബിയിലെയും റൊട്ടേഷന്റെ വാല്യൂ കിട്ടണം. അപ്പം എയില് റിയാക്ഷന്റെ വാല്യൂ ബിയിലെ റിയാക്ഷന്റെ വാല്യൂ ഓർ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ. ഇവിടെ രണ്ട് സപ്പോർട്ടിലെ റിയാക്ഷൻ ആയിരിക്കും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ. സോ ഈ റിയാക്ഷൻ ആർ എ ഡാഷ് ആർ ബി ഡാഷും കോഞ്ചുഗേറ്റ് ബീമില് ആർ എ ഡാഷിന്റെയും ആർ ബി ഡാഷിന്റെയും വാല്യൂ കിട്ടിയാൽ അതാണ് തീറ്റ എയും തീറ്റ ബിയും. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? സിമിലർലി നമുക്ക് ഡിഫ്ലക്ഷന്റെ വാല്യൂ ഡിഫ്ലക്ഷൻ അറ്റ് എനി സെക്ഷൻ in original beam is equal to bending moment taken at that section in conjugate beam. ഒറിജിനൽ ബീമിലെ റൊട്ടേഷൻ കിട്ടണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. ഒറിജിനൽ ബീമിലെ ഡിഫ്ലക്ഷന്റെ വാല്യൂ കിട്ടണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. സോറി, ബെൻഡിങ് മൊമെന്റ് അല്ല, മൊമെന്റ്. ബെൻഡിങ് മൊമെന്റ് വേറെ, മൊമെന്റ് വേറെ. ഇതാണ് കൺസെപ്റ്റ്. ഈ കോഞ്ചുഗേറ്റ് ബീം യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് റൊട്ടേഷനും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത് നമ്മൾ യൂണിറ്റ് മൊമെന്റ് കൊടുത്തു. നമുക്ക് തീറ്റ എയും തീറ്റ ബിയും കാണണം. അതിനുവേണ്ടി ഞാൻ കോഞ്ചുഗേറ്റ് ബീം വരച്ചു. കോഞ്ചുഗേറ്റ് ബീമിന്റെ ലോഡിംഗ് എന്ന് പറയുന്നത് ഒറിജിനൽ ബീമിലെ മൊമെന്റിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഇ ഐ, എം ബൈ ഇ ഐ ആയിരിക്കും കോഞ്ചുഗേറ്റ് ബീമിലെ ലോഡിംഗ്. സോ ഇവിടെ എം എന്ന് പറയുന്നത് 1 kN ആണ്. സോ 1/EI ആയിരിക്കും. അത് സപ്പോർട്ട് എയിലാണ് ആക്ട് ചെയ്യുന്നത്. സോ സപ്പോർട്ട് എയിൽ മാക്സിമം ഓർഡിനേറ്റ് 1/EI, സപ്പോർട്ട് ബിയിൽ മൊമെന്റ് 0. സോ ഇതായിരിക്കും കോഞ്ചുഗേറ്റ് ബീമിന്റെ ലോഡിംഗ് കണ്ടീഷൻ. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റ എയുടെയും തീറ്റ ബിയുടെയും വാല്യൂ. സോ ഒറിജിനൽ ബീമില് റൊട്ടേഷൻ കിട്ടണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമില് അതേ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ആർ എ ഡാഷും ആർ ബി ഡാഷും എന്താന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഒന്ന് പറയാ. കോൺജുഗേറ്റ് ബീം എന്ന് വെച്ചാൽ ഇമാജിനറി ബീം അങ്ങനെ ഉദ്ദേശിക്കുന്നത്? കോഞ്ചുഗേറ്റ് ബീം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതായത് ഇപ്പം സപ്പോർട്ട് കണ്ടീഷൻ, അതായത് നമ്മൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കോഞ്ചുഗേറ്റ് ബീം. സോ കോഞ്ചുഗേറ്റ് ബീം എടുക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഫ്രീ, അതായത് കോഞ്ചുഗേറ്റ് ബീമിന്റെ സപ്പോർട്ട് മാറും. അതായത് ഇപ്പൊ ഒരു ഫിക്സ്ഡ് ബീമിന്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് കാണുകയാണെങ്കിൽ ഇതാണ് ഒറിജിനൽ ബീം എങ്കിൽ കോഞ്ചുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ ഫിക്സ്ഡ് എൻഡ് ഫ്രീ ആകും, ഫ്രീ എൻഡ് ഫിക്സ്ഡ് ആകും. എന്നിട്ട് ഇതിനകത്തുള്ള ലോഡിങ്ങിന് നമ്മൾ M/EA ആയിട്ട് ഈ ഒരു ലോഡിങ് കൊടുക്കും, ഈ ഒരു കോഞ്ചുഗേറ്റ് ബീമിൽ ലോഡിംഗ് ആയിട്ട് കൊടുക്കും. സോ നമ്മൾ കണ്ടുപിടിക്കാൻ അത് ഒരു ഇമാജിനറി ബീം തന്നെയാണ്. ഫോർ എന്ത് നമുക്ക് കിട്ടാൻ ഷിയർ ഫോഴ്സും ഒറിജിനൽ ബീമിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സപ്പോർട്ടുകൾക്ക് ചേഞ്ച് വരുന്നില്ല കോഞ്ചുഗേറ്റ് ബീം ആകുമ്പോൾ. സോ അതാണ് സപ്പോർട്ടിന് വ്യത്യാസം വരാത്തത്. ഇനി ഫിക്സഡ് ബീം ആണെങ്കിൽ ഫിക്സഡ് എൻഡ് എന്ന് പറയുന്നത് ഫ്രീ എൻഡ് ആയിട്ട് മാറും.
ഫ്രീ എൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് ആയിട്ട് മാറും. കോൺജുഗേറ്റ് ബീം എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയാ ഓപ്പോസിറ്റ് അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. സോ ഇനിയിപ്പോ നമുക്ക് ആർ എ ഡാഷും ആർ ബി ഡാഷിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിനായിട്ട് ആർ എ ഡാഷ് ഇനി ഈ ഒരു ഫിഗറിൽ നിന്നാണ് ഞാൻ ആർ എ ഡാഷും ആർ ബി ഡാഷും കണ്ടുപിടിക്കുന്നത്. സോ സിഗ്മ വി ഈക്വൽ ടു 0. ഇവിടെ നിന്ന് ആർ എ ഡാഷ് പ്ലസ് ആർ ബി ഡാഷ് എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ ലോഡിംഗ്. അതെന്ന് പറയുന്നത് ഈ ഡയഗ്രത്തിന്റെ ഏരിയ ആയിരിക്കും. ലോഡിംഗ് ഡയഗ്രം ആണ് ഇത് ഈ ട്രയാങ്കിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഏരിയ ഞാൻ സ്പാൻ ലെങ്ത് എൽ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. സോ ആർ എ ഡാഷ് പ്ലസ് ആർ ബി ഡാഷ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു 1/EI എൽ ബൈ 2EI എന്ന് വന്നു. ഇനി ഈ ആർ എ ഡാഷ് എന്ന് പറയുന്നത് തീറ്റ എ ആണ്. തീറ്റ എ എന്ന് പറയുന്നത് എന്താണ് ഡിഫ്ലക്ഷൻ ഓർ റൊട്ടേഷൻ at joint 1 due to unit moment at joint 1. ഇതിനെ ഞാൻ F11 എന്ന് പറയാണ്. അതായത് ജോയിന്റ് 1-ലെ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ജോയിന്റ് 1-ൽ തന്നെയാണ് മൊമെന്റ്. സോ F11 ആണ് റൊട്ടേഷൻ അറ്റ് ജോയിന്റ് 1 ഡ്യൂ ടു യൂണിറ്റ് മൊമെന്റ് അറ്റ് ജോയിന്റ് 1. അതാണ് തീറ്റ ഐ. അതിന്റെ വാല്യൂ ആണ് എന്ത് ആർ എ ഡാഷ് എന്ന് പറയുന്നത്. സോ ആർ എ ഡാഷ് കിട്ടണമെങ്കിൽ ഞാൻ മൊമെന്റ് അബൌട്ട് ബി എം ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു പോയിന്റ് കോൺജുഗേറ്റ് ബീം വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ എം ബി ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാം ആർ എ ഡാഷ് ഇൻറ്റു എൽ, അത് ക്ലോക്ക് വൈസ് മൊമെന്റ്, മൈനസ് ഈ ഒരു ഏരിയയുടെ മൊമെന്റ് ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു 1/EI ഇൻറ്റു ഈ ഏരിയ ഇൻറ്റു ഇതിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് തൊട്ട് ആർ ബി പോയിന്റ് ബി വരെയുള്ള ഡിസ്റ്റൻസ്. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇത് 2/3 എല്ലും ഇത് 1/3 എല്ലും ആയിരിക്കും. സോ നമ്മൾ മൊമെന്റ് എടുക്കുന്നത് ബിക്ക് റെസ്പെക്റ്റീവ് ആയിട്ടാണ്. സോ ഇൻറ്റു 2/3 എൽ. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആർ എ ഡാഷ് ഇൻറ്റു എൽ ഈക്വൽ ടു ഈ 2 ക്യാൻസൽ ആയി പോവും. എൽ സ്ക്വയർ ബൈ 3EI എന്ന് വന്നു. ഇവിടുത്തെ ഒരു എല്ലും ഈ ഒരു എല്ലും കിട്ടിപ്പോയാൽ ആർ എ ഡാഷ് ഈക്വൽ ടു എൽ ബൈ 3I. ഇപ്പൊ എനിക്ക് കിട്ടിയത് എന്താ? F11ന്റെ വാല്യൂ, അതായത് ജോയിന്റ് 1-ൽ ഉണ്ടാവുന്ന റൊട്ടേഷൻ ഡ്യൂ ടു മൊമെന്റ് അപ്ലൈഡ് ഇൻ ജോയിന്റ് 1, ആ വാല്യൂ ആണ് ആർ എ ഡാഷ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എനിക്ക് കിട്ടി എൽ ബൈ 3EI. ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഒരു വാല്യൂ കിട്ടി, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു എലമെന്റ് കിട്ടി നമുക്ക്. ഇനി കണ്ടുപിടിക്കേണ്ടത് ആർ ബി ഡാഷിന്റെ വാല്യൂ. ആർ ബി ഡാഷ് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഡിഫ്ലക്ഷൻ ഓർ റൊട്ടേഷൻ ഇൻ ജോയിന്റ് 2 ഡ്യൂ ടു യൂണിറ്റ് മൊമെന്റ് അപ്ലൈഡ് ഇൻ ജോയിന്റ് 1. അതായത് ജോയിന്റ് ഇൻ ഡിഫ്ലക്ഷൻ ഇൻ ജോയിന്റ് 2 ഡ്യൂ ടു യൂണിറ്റ് ലോഡ് അപ്ലൈഡ് അറ്റ് ജോയിന്റ് 1. അതെന്ന് പറയുന്നത് F21. ജോയിന്റ് ലോഡ് കൊടുക്കുന്നത് രണ്ടാമത്തെ സ്ഥലത്ത്, ഡിഫ്ലക്ഷൻ എവിടെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് കോർഡിനേറ്റ്. സോ ഡിഫ്ലക്ഷൻ ഇൻ ജോയിന്റ് 2 ഡ്യൂ ടു മൊമെന്റ് അപ്ലൈഡ് ഇൻ ജോയിന്റ് 1, F21ന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ആർ ബി ഡാഷ്. സോ ആർ ബി ഡാഷ് നമുക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. ആർ എ ഡാഷിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആർ എ ഡാഷ് പ്ലസ് ആർ ബി ഡാഷ് എന്ന് പറയുന്നത് എൽ ബൈ 2EI എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഇക്വേഷനിലേക്ക് ആർ എ ഡാഷിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും ആർ ബി ഡാഷ് ഈക്വൽ ടു എൽ ബൈ 2EI മൈനസ് എൽ ബൈ 3EI. എന്ത് വന്നു? സോ എൽ ബൈ
6CA. RB ഡാഷിന്റെ വാല്യൂ എനിക്ക് കിട്ടും L/6CA. ഈ RB ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? F21 ആണ്. അതായത് ലോഡ് കൊടുക്കുന്നത് ഫസ്റ്റ് ജോയിന്റിൽ ലോഡ് കാരണം ജോയിന്റ് 2ൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ L/6CA. അങ്ങനെ നമുക്ക് 2 എലമെന്റ് കണ്ടുപിടിച്ചു. ഒരു ജോയിന്റിൽ മൊമെന്റ് അപ്ലൈ ചെയ്തപ്പം നമുക്കുണ്ടായ 2 തീറ്റയും തീറ്റ ബിയും കിട്ടി. അത് തന്നെയാണ് F11ഉം F21ഉം. സിമിലർലി നമുക്ക് അടുത്ത ജോയിന്റിൽ, അതായത് 2 എന്ന് പറയുന്ന ജോയിന്റിൽ മൊമെന്റ് അപ്ലൈ ചെയ്യാം. എന്നിട്ട് തീറ്റ എയും തീറ്റ ബിയും വീണ്ടും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അടുത്ത 2 എലമെന്റും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇത്രയും. അത് രണ്ടാമത്തെ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ ബീം. ഇത് ജോയിന്റ് 1, ജോയിന്റ് 2. ആദ്യത്തെ കേസിൽ നമ്മൾ മൊമെന്റ് അപ്ലൈ ചെയ്തത് ജോയിന്റ് 1ൽ. എന്നിട്ട് ആ ഒരു മൊമെന്റ് കാരണം ജോയിന്റ് 1ലെയും ജോയിന്റ് 2ലെയും റൊട്ടേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ജോയിന്റ് 2ൽ മൊമെന്റ് അപ്ലൈ ആണ്. അതായത് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2ലാണ്, ജോയിന്റ് 2ൽ. അപ്പൊ ജോയിന്റ് 2ൽ ഞാനൊരു ക്ലോക്ക് വൈസ് മൊമെന്റ്, എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ലോഡ് അപ്ലൈ ചെയ്യാം. മൊമെന്റ് അപ്ലൈ ആണെങ്കിൽ പോസിറ്റീവ് മൊമെന്റ്, അതായത് ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ എക്സ് എന്ന് പറയുന്ന x2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഈ ഒരു മൊമെന്റ്. സോ ഇങ്ങനെ ഒരു മൊമെന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് കാരണം ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ആയിരിക്കില്ലേ? അതായത് അപ്വേർഡ്, അതായത് ക്ലോക്ക് വൈസ് മൊമെന്റ് ഇതിനെ മുകളിലേക്ക് പുഷ് ചെയ്യാണ്. സോ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതുപോലെ വരും. സോ ഇവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ എന്താണ്? θ2, ഇതിന് ഞാൻ θ1. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, ഇവിടെ നമ്മള് റൊട്ടേഷൻ എടുത്ത് എഴുതി, അതായത് തീറ്റ എയുടെയും തീറ്റ ബിയുടെയും വാല്യൂ ആണ് F11ഉം F21ഉം ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഈ തീറ്റ എ എന്ന് പറയുന്നത് എങ്ങോട്ടാ? ക്ലോക്ക് വൈസ് ആണ്. അതായത് ഇതിന്റെ ഡയറക്ഷൻ നോക്കൂ, താഴോട്ടാണ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ തീറ്റ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. തീറ്റ ബി നോക്കുക, അതും ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ ഇത് രണ്ടും താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുക. താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ അത് ക്ലോക്ക് വൈസ് ആണ്, ബട്ട് റൈറ്റ് എൻഡിൽ വരുമ്പോൾ നോക്കുക അത് ആന്റി ക്ലോക്ക് വൈസ് ആണ് താഴോട്ട് എന്ന് പറയുമ്പോൾ. സോ തീറ്റ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് F11 എന്ന് പറയുന്നത് +L/3EI ആയിരിക്കും, ബട്ട് F21 എന്ന് പറയുന്നത് -L/6EI ആയിരിക്കും. അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ റൊട്ടേഷൻ ഡിഫ്ലക്ഷൻ വരയ്ക്കുമ്പോൾ റൊട്ടേഷന്റെ ഡയറക്ഷൻ വരയ്ക്കേണ്ടത് എങ്ങോട്ടാണോ നമ്മൾ ഡിഫ്ലക്ട് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ വേണം റൊട്ടേഷൻ വരയ്ക്കാനായിട്ട്. സോ ഇവിടെ താഴോട്ടാണ് ബെൻഡിങ് എങ്കിൽ തീറ്റ എയും തീറ്റ ബിയും താഴോട്ടാണ്. ദെൻ ഇനി നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചതിന്റെ സൈൻ കണ്ടുപിടിക്കാൻ നേരം നോക്കുക, ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ബട്ട് ഇതെന്താ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇത് ഈ ഒരു ജോയിന്റിന് അബൌട്ട് ആയിട്ട് നോക്കുമ്പോൾ ഇത് ഒരു ക്ലോക്ക് വൈസ് ആണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിരിക്കും. ക്ലിയർ അല്ലേ? സിമിലർലി രണ്ടാമത്തേത് കൂടെ നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ θ1 എന്ന് പറയുന്നതും θ2 എന്ന് പറയുന്നതും അപ്വേർഡ് ഡയറക്ഷനിലാണ്, കാരണം ബെൻഡിങ് ഉണ്ടാവുന്നത് ടോപ്പിലേക്കാണ്. ബട്ട് θ1 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ഈ ജോയിന്റിന് അബൌട്ട് ആയിട്ട് ഇതെന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ θ1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. θ1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ബട്ട് θ2 എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ, ഇപ്പം ഈ ബിക്ക് അബൌട്ട് ആയിട്ട് നോക്കുക, അത് ക്ലോക്ക് വൈസ് ആണ്. സോ θ2 എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ഡയറക്ഷൻ എടുക്കാൻ കൂടെ ഓർക്കുക. ഇനിയിപ്പോ നമ്മൾ ഇത് അപ്ലൈ ചെയ്തു, മൊമെന്റ് അപ്ലൈ ചെയ്തു, ഇതിന്റെ കോൺജുഗേറ്റ് ബീം വരയ്ക്കാം. കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ M/E ഡയഗ്രാം. സോ ഇവിടെ ബി എന്ന് പറയുന്ന ജോയിന്റിൽ മാത്രം മൊമെന്റ് അപ്ലൈ ആക്ട് ചെയ്യുന്നത്. സോ M/E ഡയഗ്രാം എന്താ? കോൺജുഗേറ്റ് ബീം ഡയഗ്രാം ഇതുപോലെ വരും. എമ്മിന്റെ വാല്യൂ 1 ആണ്. സോ റൈറ്റ് എൻഡിൽ 1/EA ആയിരിക്കും ലോഡിങ്. ഇനി ഇവിടെ ഉണ്ടാവുന്ന റിയാക്ഷനെ ഞാൻ RA ഡബിൾ ഡാഷ് എന്ന് പറയാണ്. ഇവിടുത്തെ റിയാക്ഷനെ RB ഡബിൾ ഡാഷ്. സോ നമുക്ക് കാണേണ്ടത് θ1ഉം θ2ഉം.
സോ θ1 ഉം θ2 ഉം കാണണമെങ്കിൽ കോഞ്ചുഗേറ്റ് ബീമിന്റെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RA ഡബിൾ ഡാഷും RB ഡബിൾ ഡാഷും നേരത്തെ കണ്ട പോലെ തന്നെ ചെയ്യാം. RA ഡബിൾ ഡാഷ് പ്ലസ് RB ഡബിൾ ഡാഷ് ഈക്വൽ ടു ഇതിന്റെ ടോട്ടൽ ലോഡിംഗ്, അതായത് ഹാഫ് ഇൻറ്റു L ഇൻറ്റു ഇതിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ ആയിരിക്കും ടോട്ടൽ ലോഡിംഗ്. സോ ഹാഫ് ഇൻറ്റു L ഇൻറ്റു 1/EI. നമുക്ക് എഴുതാം RA ഡബിൾ ഡാഷ് പ്ലസ് L/2EI. ഇനി കണ്ടുപിടിക്കേണ്ടത്, ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? RB ഡബിൾ ഡാഷിന്റെ വാല്യൂ കിട്ടും. മൊമെന്റ് അബൌട്ട് A ഈക്വൽ ടു 0 എടുക്കുമ്പോൾ RB ഡാഷ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. സോ ഇതെന്താണ്? ഒരു ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? സോ മൈനസ് RB ഡബിൾ ഡാഷ് ഇൻറ്റു L പ്ലസ് ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ ഹാഫ് ഇൻറ്റു L ഇൻറ്റു 1/EI. അതിന്റെ ഏരിയ, അതായത് ടോട്ടൽ ലോഡിംഗ് ഇൻറ്റു ഇതിന്റെ സെൻട്രോയിഡ് മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 2/3L. മൊമെന്റ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 2/3 ഇൻറ്റു L. 2 2 ക്യാൻസലായി. ഇതിന് ഞാൻ RB ഡാഷിനെ കിട്ടാനായിട്ട് RB ഡബിൾ ഡാഷ് ഇൻറ്റു L ഈക്വൽ ടു മൈനസ് അല്ലേ, ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി നോക്കാം. ദെൻ L²/3EI. സോ RB ഡബിൾ ഡാഷിന്റെ വാല്യൂ എനിക്ക് കിട്ടും L/3EI. എന്താണ് ഈ RB ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്? കോഞ്ചുഗേറ്റ് ബീമിലെ റിയാക്ഷൻ ആണ്. കോഞ്ചുഗേറ്റ് ബീമിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ബീമിലെ റൊട്ടേഷൻ ആണ്. സോ θ1ന്റെ വാല്യൂ ആണ് എനിക്ക് കിട്ടിയത് L/3EI. ഇനി അതിന്റെ ഡയറക്ഷനോ, ഇതെന്താ? ആന്റി ക്ലോക്ക് വൈസ്. സോ മൈനസ് L/3EI. ഇനി ഇതിനെ ഞാൻ ഫ്ലെക്സിബിലിറ്റി കോഎഫിഷ്യന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇതെന്താ വരിക? റൊട്ടേഷൻ അറ്റ് ജോയിന്റ് 1 ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് അറ്റ് ജോയിന്റ് 2. റൊട്ടേഷൻ അറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ എവിടെയാണ് മെഷർ ചെയ്യുന്നത്? ജോയിന്റ് 1 ഡ്യൂ ടു ലോഡ് അപ്ലൈഡ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലോഡ് എവിടെയാണ് അപ്ലൈ ചെയ്തത്? F12ന്റെ വാല്യൂ ആണ് മൈനസ് L/3I. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഇത്. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം. എന്താ? θ2 കൂടെ കണ്ടുപിടിക്കണം. സോ θ2 കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് RA ഡബിൾ ഡാഷും കൂടെ കണ്ടുപിടിച്ചാൽ മതി. സോ ഈ RB ഡാഷിന്റെ വാല്യൂ ഇതിലിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ RA ഡബിൾ ഡാഷിന്റെ വാല്യൂ കിട്ടി. RA ഡബിൾ ഡാഷ് ഈക്വൽ ടു L/2EI മൈനസ് L/3EI. എന്ത് വന്നു? L/6EI എന്ന് വന്നു RA ഡബിൾ ഡാഷിന്റെ വാല്യൂ. ഈ RA ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻ അറ്റ് ജോയിന്റ് 2. അതെന്താ? ക്ലോക്ക് വൈസ് അല്ല ആക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിൽ. സോ അതിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ θ2 എന്ന് പറയുന്നത് പ്ലസ് L/6EI ആയിരിക്കും. ആൻഡ് ഇതെന്താ? റൊട്ടേഷൻ അറ്റ് ജോയിന്റ് 2 ഡ്യൂ ടു മൊമെന്റ് അപ്ലൈഡ് അറ്റ് ജോയിന്റ് 2. അതായത് ലോഡും മൊമെന്റും 2ൽ തന്നെ. സോ F22 ഈക്വൽ ടു L/6EI. നമ്മൾ എത്രണ്ണം കണ്ടുപിടിച്ചു? 4 കോർഡിനേറ്റ്സ്. അതായത് മൊമെന്റ് 1ൽ അപ്ലൈ ചെയ്തപ്പോ മൊമെന്റ് എന്ന് പറയുന്നത് ലോഡിംഗ് 1ലായപ്പോ ജോയിന്റ് 1ലുള്ള റൊട്ടേഷനും ജോയിന്റ് 2ലുള്ള റൊട്ടേഷനും കണ്ടു. ദെൻ മൊമെന്റ് ജോയിന്റ് 2ൽ ആക്ട് ചെയ്യുമ്പോൾ ജോയിന്റ് 1ലുള്ള ഡിഫ്ലക്ഷൻ